പണമുണ്ടാക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പൈസ ഉണ്ടാക്കിയിട്ട് വേണം വീട് വയ്ക്കാൻ, കല്യാണം കഴിക്കാൻ, സ്റ്റോക്ക് മാർക്കറ്റിലും ഗോൾഡിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പണം സമ്പാദിക്കാൻ എന്നിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങാറുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഉറങ്ങാനും കഴിയാറില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഈ ചിന്തകളെല്ലാം മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ തൊഴിലിന് പോകും. പതിവ് പോലെ കിടക്കാൻ നേരം വീണ്ടും ചിന്തിക്കും. വർഷങ്ങളായി വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഓരോ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു. പല മോട്ടിവേഷൻ വീഡിയോസിലും സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഞാനപ്പോൾ ചിന്തിക്കും, പറയുന്നവന് എന്തും പറയാം, നമ്മുടെ പ്രശ്നം നമുക്കല്ലേ അറിയൂ. ജോലിക്ക് പോയിട്ട് തന്നെ ഇവിടെ EMI അടയ്ക്കാൻ ശരിക്കും കഴിയുന്നില്ല, പിന്നല്ലേ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ വെറും ഒരു മിഡിൽ ക്ലാസ് ആണ്, വെറും ഒരു മിഡിൽ ക്ലാസ് മാത്രം. ഒരു സമയം വരെ ഏതൊരു സാധാരണക്കാരനെയും പോലെ ഞാനും ചിന്തിച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ആറാം തമ്പുരാനിൽ ലാലേട്ടൻ പറയുന്ന പോലെ, അറിയും തോറും അകലം കൂടുന്ന സാഗരമാണ് സമ്പത്തിലേക്കുള്ള പാത. പണത്തെക്കുറിച്ചുള്ള അറിവുകളും കൃത്യമായ പ്ലാനിങ്ങും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് സമ്പത്തെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമുക്ക് മുന്നേ മനസ്സിലാക്കിയവരാണ് നമുക്ക് ചുറ്റുമുള്ള സമ്പന്നർ. അവരാ അറിവുകൾ അവരുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നു. അവർ കൂടുതൽ സമ്പന്നതയിലേക്ക് കുതിക്കുന്നു. സമയോചിതമായ അറിവുകളുടെ അഭാവത്തിൽപ്പെട്ട് നമ്മൾ ഇന്നും മിഡിൽ ക്ലാസ്സായി തന്നെ തുടരുന്നു. പണമുണ്ടാക്കാനുള്ള ആദ്യ കടമ്പ എന്നത് പണത്തെപ്പറ്റി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് വ്യക്തമായി അറിവില്ല എങ്കിൽ പിന്നെ അത് എങ്ങനെയാണ് നേടിയെടുക്കുക? ഈ പുസ്തകങ്ങളാണ് എന്നെ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിച്ചത്. വായന നമ്മളെ കൂടുതൽ അറിവ് നേടാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു. ഈ ചിന്തകൾ നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മളും പതിയെ സമ്പന്നതയിലേക്ക് നടന്നെടുക്കുന്നു. പണത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം.